ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവംബർ 12 മുതൽ 21 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. പിന്നെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നവംബറിൽ US-ൻ്റെ നാറ്റോ ഇതര സഖ്യകക്ഷിയായി മാറിയത് സൗദി അറേബ്യ. നവംബറിൽ US-ൻ്റെ നാറ്റോ ഇതര സഖ്യകക്ഷിയായി മാറിയത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 2025 നവംബറിൽ ഇന്ത്യയുടെ ഫിഫ റാങ്ക് 142. 2025 നവംബറിൽ ഇന്ത്യയുടെ ഫിഫ റാങ്ക് 142 ഇന്ത്യ 6 സ്ഥാനങ്ങൾ താഴേക്ക് പോയിട്ടാണ് 142 സ്ഥാനത്തേക്ക് താണുപോയത്. 9 വർഷത്തിനിടയിലെ ഇന്ത്യയുടെ പ്രകടനം നോക്കുമ്പോൾ ഏറ്റവും മോശം പ്രകടനമാണ് ഇത്. ഇന്ത്യ 6 സ്ഥാനങ്ങൾ താഴേക്ക് പോയിട്ടാണ് 142 സ്ഥാനത്തേക്ക് എത്തിയത്. 9 വർഷത്തിനിടയിലെ ഏറ്റവും മോശം പ്രകടനമാണ് ഇത്. അപ്പോൾ ഇന്ത്യയുടെ ഫിഫ റാങ്ക് എന്ന് പറയുന്നത് 142. ഇതുവരെ വെച്ചിട്ട് 9 വർഷത്തിനിടയിലേത് വെച്ചിട്ട് ഏറ്റവും താണ പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. എന്നാൽ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത് സ്പെയിനാണ്. 2-ാം സ്ഥാനം അർജൻറ്റീനയ്ക്കാണ്. 3-ാം സ്ഥാനം ഫ്രാൻസിനാണ്. 1-ാം സ്ഥാനം സ്പെയിനാണ്. 1-ാം സ്ഥാനം ആർക്കാണ്? അത് സ്പെയിനാണ്. 2-ാം സ്ഥാനം അർജൻറ്റീനയ്ക്കാണ്. 3-ാം സ്ഥാനം ഫ്രാൻസിനാണ്. എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 142. 142. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി മാറിയത് കുറസോയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായിട്ട് മാറിയത് കുറസോ എന്ന രാജ്യമാണ്. കുറസോ. ലോകകപ്പ് ടീമിൻ്റെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡിക് അഡ്വക്കേറ്റ് ആണ്. ലോകകപ്പ് ടീമിൻ്റെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകനാണ് ഡിക് അഡ്വക്കേറ്റ്. 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ രാജ്യമാണ് ഹെയ്തി. 52 വർഷങ്ങൾക്ക് ശേഷം ഫിഫ ലോകകപ്പ് ഫുട്ബോളിലേക്ക് യോഗ്യത നേടിയ രാജ്യമാണ് ഹെയ്തി. എന്നാൽ 1/4 നൂറ്റാണ്ടിന് ശേഷം ലോകകപ്പിന് യോഗ്യത നേടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കോട്ട്ലാൻഡാണ്. 1/4 നൂറ്റാണ്ടിനു ശേഷം ലോകകപ്പിന് യോഗ്യത നേടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കോട്ട്ലാൻഡാണ്. 1998 ലോകകപ്പിനു ശേഷം ആദ്യമായാണ് സ്കോട്ട്ലാൻഡ് ഫിഫ ലോകകപ്പിന് അവസരം സ്വന്തമാക്കുന്നത്. 1998 ലോകകപ്പിനു ശേഷം ആദ്യമായാണ് സ്കോട്ട്ലാൻഡ് ഫിഫ ലോകകപ്പിന് അവസരം സ്വന്തമാക്കുന്നത്. അടുത്ത ചോദ്യം. ഫോർച്യൂൺ ഇന്ത്യയുടെ 2025 മികച്ച CEO പുരസ്കാരം നേടിയത് ജി കൃഷ്ണകുമാർ. ഫോർച്യൂൺ ഇന്ത്യയുടെ 2025 മികച്ച CEOയ്ക്കുള്ള പുരസ്കാരം നേടിയത് ജി കൃഷ്ണകുമാറാണ്. ആരാണ്? ജി കൃഷ്ണകുമാർ. സാഹിത്യ മികവിനും രചനകളിലൂടെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ആജീവനാന്ത സംഭാവനയ്ക്ക് നൽകിയത് സൽമാൻ റുഷ്ദിക്ക്. സാഹിത്യ മികവിനും രചനകളിലൂടെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ആജീവനാന്ത സംഭാവനയ്ക്ക് അർഹമായത് സൽമാൻ റുഷ്ദിയാണ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൽമാൻ റുഷ്ദിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ നോവലാണ് ദി 11th അവർ. നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. സൽമാൻ റുഷ്ദിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ നോവലാണ് ദി 11th അവർ. അടുത്ത ചോദ്യം. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് M982A1 എക്സ്കാലിബർ ഗൈഡഡ് പീരങ്കിയുണ്ടകളും FGM 148 ജാവലിൻ ടാങ്ക് വേദ മിസൈൽ സംവിധാനവും വാങ്ങുന്നത്? അത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നുമാണ് M982A1 എക്സ്കാലിബർ ഗൈഡഡ് പീരങ്കിയുണ്ടകളും FGM 148 ജാവലിൻ ടാങ്ക് വേദ മിസൈൽ സംവിധാനവും വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത ചോദ്യം. 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗാണ് 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. ഏതിന് വേദിയാകുന്നത്? G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത്. എത്രാമത്? 20ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. അടുത്ത ചോദ്യം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക്, സെബി, PFRDA എന്നിവയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്പറിന് പ്രത്യേക സീരീസ് അനുവദിക്കാൻ തീരുമാനിച്ചത് ട്രായ് ആണ്. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക്, സെബി, PFRDA എന്നിവയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക നമ്പറിന് അല്ലെങ്കിൽ നമ്പർ സീരീസിന്
അനുവാദം നൽകിയത് അല്ലെങ്കിൽ അനുവദിക്കാൻ തീരുമാനിച്ചത്. 1600 എന്ന് തുടങ്ങുന്ന 10 അംഗ നമ്പറുകളാണ് സാമ്പത്തിക സേവനങ്ങൾക്ക് മാത്രമായി അനുവദിക്കുന്നത്. 1600 അല്ലെങ്കിൽ 1600 എന്ന് തുടങ്ങുന്ന 10 അക്ക നമ്പറുകളാണ് സാമ്പത്തിക സേവനങ്ങൾക്ക് മാത്രമായി അനുവദിക്കുന്നത്. റഷ്യ വികസിപ്പിച്ചിട്ട ക്യാൻസർ പ്രതിരോധ വാക്സിനാണ് പെംബ്രോറി. റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനാണ് പെംബ്രോറി. പെംബ്രോറി എന്താണ്? അത് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനാണ്. റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനാണ് പെംബ്രോറി. ഈ പെംബ്രോറി വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യമാണ് വിയറ്റ്നാം. പെംബ്രോറി വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏതാണ്? അത് വിയറ്റ്നാമാണ്. എന്നാൽ പെംബ്രോറി വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? അത് റഷ്യയാണ്. ഓക്കെ, മാറിപ്പോകരുത്. പെംബ്രോറി വാക്സിൻ വികസിപ്പിച്ചത് റഷ്യയാണ്. എന്നാൽ ഈ വാക്സിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയ ആദ്യ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിയറ്റ്നാമാണ്. റഷ്യ വികസിപ്പിച്ച മറ്റൊരു ക്യാൻസർ വാക്സിനാണ് എൻഡറോമിക്സ്. എന്താണ്? എൻഡറോമിക്സ്. റഷ്യ തന്നെ വികസിപ്പിച്ച മറ്റൊരു ക്യാൻസർ വാക്സിനാണ് എൻഡറോമിക്സ്. വീണ്ടും ജെൻസി സംഘർഷം നടന്ന രാജ്യമാണ് നേപ്പാൾ. ജെൻസി സംഘർഷം ഈയിടെ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാളിലാണ്. ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള വാർഷിക പുരസ്കാരത്തിന് അർഹനായത് അഷ്റഫ് ഹക്കീമിയാണ്. ആരാണ്? അഷ്റഫ് ഹക്കീമിയാണ് ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള വാർഷിക പുരസ്കാരത്തിന് അർഹനായത്. എന്തിന്? ആഫ്രിക്കയിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള വാർഷിക പുരസ്കാരത്തിന് അർഹനായത് അഷ്റഫ് ഹക്കീമിയാണ്. അഷ്റഫ് ഹക്കീമി. ഇന്റർസ്റ്റെല്ലാർ മേഖലയിൽ നിന്ന് സൗരയൂഥത്തിലേക്ക് എത്തിയ 3I അഥവാ അറ്റ്ലസ് അന്യഗ്രഹ പേടകം അല്ലെന്നും വാൽനക്ഷത്രമാണെന്നും കണ്ടെത്തിയത് നാസയാണ്. ആരാണ്? നാസയാണ് നമ്മുടെ ഇന്റർസ്റ്റെല്ലാർ മേഖലയിൽ നിന്ന് സൗരയൂഥത്തിലേക്ക് എത്തിയ 3I അല്ലെങ്കിൽ അറ്റ്ലസ് എന്നറിയപ്പെടുന്ന അന്യഗ്രഹ പേടകം അല്ലെന്നും വാൽനക്ഷത്രമാണെന്നും കണ്ടെത്തിയത്. അറ്റ്ലസ് എന്ന് പറയുന്നത് അന്യഗ്രഹ പേടകമല്ല. എന്താണത്? അത് വാൽനക്ഷത്രമാണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് ആരാണ്? നാസയാണ്. 31ാം UN കാലാവസ്ഥാ ഉച്ചകോടി അല്ലെങ്കിൽ COP31 വേദിയാകുന്ന രാജ്യമാണ് തുർക്കി. ഇനി വരാൻ പോകുന്നത് അല്ലേ, 31ാം UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് തുർക്കി. COP31 വേദിയാകുന്ന രാജ്യമാണ് തുർക്കി. അതിനി വരാൻ പോകുന്നത്രേ. അപ്പോൾ നമ്മുടെ നിലവിൽ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ COP30 വേദി എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രസീലാണ് അല്ലേ. ബ്രസീലിലെ ബെലേം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ COP30 നടന്നത്. പിന്നെ ബ്രസീലിലെ ബെലേമിൽ നടന്ന COP30 പരിസ്ഥിതി വികസന സംഘടനയായ ജർമ്മൻ വാച്ച് പുറത്തിറക്കിയ കാലാവസ്ഥാ ദുരന്ത സാധ്യതാ സൂചിക 2026 അല്ലെങ്കിൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2026 അനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 9ആണ്. എത്രയാണ്? 9. ഓക്കെ, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 9. ബ്രസീലിലെ ബെലേമിൽ നടന്ന COP30 പരിസ്ഥിതി വികസന സംഘടനയായ ജർമ്മൻ വാച്ച് പുറത്തിറക്കിയ കാലാവസ്ഥാ ദുരന്ത സാധ്യതാ സൂചിക 26 അനുസരിച്ച് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 9. റോഡ് ബ്ലോക്കാക്കി പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താനും വാഹനത്തിൻ്റെ ചാവി ഉൾപ്പെടെ നഷ്ടപ്പെട്ടതെന്തും കണ്ടെത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്പാണ് റിഗ്മി AI ആപ്പ്. റോഡ് ബ്ലോക്കാക്കി പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്താനും വാഹനത്തിൻ്റെ ചാവി ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് എന്തും കണ്ടെത്താനും സഹായിക്കുന്ന മൊബൈൽ ആപ്പാണ് റിഗ്മി AI ആപ്പ്. എന്താണ്? റിഗ്മി AI ആപ്പ്. കലാമണ്ഡലം നൃത്ത പഠന വിഭാഗം ഭരതനാട്യ ഹ്രസ്വ കോഴ്സിൽ പ്രവേശനം നേടി പഠനം പൂർത്തിയാക്കിയ ആദ്യത്തെ ആൺകുട്ടിയാണ് ഡാനിയൽ എൽദോ ജോസ്. കലാമണ്ഡലം നൃത്ത പഠന വിഭാഗം ഭരതനാട്യം ഹ്രസ്വകാല കോഴ്സിൽ പ്രവേശനം നേടി പഠനം പൂർത്തിയാക്കിയ ആദ്യത്തെ ആൺകുട്ടിയാണ് ഡാനിയൽ എൽദോ ജോസ്. അതുപോലെ നമുക്ക് അറിയാം ഇപ്പോൾ മുറജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുറജപം എവിടെയാണ് നടക്കുന്നത്? അത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. മുറജപം നടക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ്. 56ാം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയാണ് ഗോവ. 56ാം രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയാണ് ഗോവ. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240 ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. 81 രാജ്യങ്ങളിൽ നിന്നുള്ള 240 ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും. ഉദ്ഘാടന ചിത്രം എന്ന് പറയുന്നത് ബ്രസീലിൽ നിന്നുള്ള ദ ബ്ലൂ ട്രെയിൽ എന്ന് പറയുന്ന ചിത്രമാണ്. ഉദ്ഘാടന ചിത്രമായിട്ടുള്ളത് ബ്രസീലിലെ ദ ബ്ലൂ ട്രെയിൽ എന്ന് പറയുന്ന ചിത്രം. ദ ബ്ലൂ ട്രെയിൽ എന്ന ബ്രസീലിയൻ ചിത്രമാണ് ഉദ്ഘാടന ചിത്രം.
ഇനി ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശേഖർ കപൂറാണ്. ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശേഖർ കപൂറാണ്. മലയാള ചിത്രം സർക്കിട്ട് ഉൾപ്പെടെ 15 സിനിമകളാണ് മത്സര വിഭാഗത്തിലുള്ളത്. തമിഴിൽ നിന്ന് അമരൻ, മറാഠിയിൽ നിന്ന് ഗോന്താൾ എന്നിവയാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റ് ചിത്രങ്ങൾ. AI ഫിലിം ഫെസ്റ്റിവൽ ഇത്തവണത്തെ മേളയുടെ പ്രത്യേകതയാണ്. മലയാള ചിത്രമായിട്ടുള്ള സർക്കിട്ട് ഉൾപ്പെടെ 15 സിനിമകളാണ് മത്സര വിഭാഗത്തിലുള്ളത്. തമിഴിൽ നിന്ന് അമരൻ, മറാഠിയിൽ നിന്ന് ഗോന്താൾ എന്നിവയാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള മറ്റു ചിത്രങ്ങൾ. അതുപോലെ AI ഫിലിം ഫെസ്റ്റിവൽ ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകതയാണ്. എല്ലായിടത്തും ഇപ്പോൾ AI ആണ്. അപ്പോൾ AI ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ മേളയുടെ പ്രത്യേകതയാണ്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ എത്രാമത്തെ എഡിഷനാണ് 2025 നവംബറിൽ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് 56ാമത്തെ എഡിഷനാണ്. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ എത്രാമത്തെ എഡിഷനാണ് 2025 നവംബറിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 56ാമതാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ രക്ഷിത. ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ഇതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇവിടെ ചേർത്തുന്നേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ രക്ഷിത. ഓപ്പറേഷൻ രക്ഷിത 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. നമുക്കറിയാം, ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്കൂളെല്ലാം ഓർമ്മ വരും അല്ലേ. അപ്പോൾ 2025 നവംബറിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 2025 നവംബറിൽ സുപ്രീം കോടതി റദ്ദാക്കിയ വിവിധ ട്രൈബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനവും കാലാവധിയും സർവീസ് വ്യവസ്ഥകളും നിഷ്കർഷിക്കുന്ന നിയമമാണ് 2021 ട്രൈബ്യൂണൽ റീഫോംസ് നിയമം. 2025 നവംബറിൽ സുപ്രീം കോടതി റദ്ദാക്കിയ വിവിധ ട്രൈബ്യൂണലുകളിലെ അംഗങ്ങളുടെ നിയമനവും കാലാവധിയും സർവീസ് വ്യവസ്ഥകളും നിഷ്കർഷിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് 2021 ട്രൈബ്യൂണൽ റീഫോംസ് നിയമമാണ്. അത് 2025 നവംബറിൽ നമ്മുടെ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഏതു ധനകാര്യ സ്ഥാപനത്തിൻ്റെ വളർച്ചാ തന്ത്രങ്ങളും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും മനുഷ്യവിഭവശേഷിയുടെ ഉപയോഗവുമാണ് ഹാർവാർഡ് സർവകലാശാലയിൽ പഠന വിഷയമാകുന്നത്? അത് മണപ്പുറം ഫിനാൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചോദിക്കുന്നു: കേരളത്തിലെ ഏതു ധനകാര്യ സ്ഥാപനത്തിൻ്റെ വളർച്ചാ തന്ത്രങ്ങളും സാധാരണക്കാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനവും മനുഷ്യവിഭവശേഷിയുടെ ഉപയോഗവുമാണ് ഹാർവാർഡ് സർവകലാശാലയിൽ പഠന വിഷയമാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് മണപ്പുറം ഫിനാൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മണപ്പുറം ഫിനാൻസിനെ കുറിച്ചിട്ടുള്ള കുറേ എന്തെല്ലോ കാര്യങ്ങൾ നമ്മുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠന വിഷയമാക്കുന്നു. അത്രയും ആലോചിച്ചാൽ മതി. 2030 മംഗൾയാൻ 2 ചൊവ്വയിൽ ഇറക്കാൻ ലക്ഷ്യമിട്ടത് ISRO-യാണ്. 2030 മംഗൾയാൻ 2 ചൊവ്വയിൽ ഇറക്കാൻ ലക്ഷ്യമിടുന്നത് നമ്മുടെ ISRO ആണ്. ഒരു ഓർബിറ്ററിൻ്റെയും ലാൻഡറിൻ്റെയും സഹായത്തോടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങുക എന്നതാണ് മംഗൾയാൻ 2ൻ്റെ ലക്ഷ്യം. ഒരു ഓർബിറ്ററിൻ്റെയും ലാൻഡറിൻ്റെയും സഹായത്തോടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങുക എന്നതാണ് മംഗൾയാൻ 2ൻ്റെ ലക്ഷ്യം. പൂർണ്ണമായും ഒരു ഓർബിറ്റർ മാത്രമായിരുന്ന മംഗൾയാൻ 1ൽ നിന്ന് വ്യത്യസ്തമായി ഈ പുതിയ ദൗത്യത്തിൽ ഒരു ഓർബിറ്ററും ഒരു ലാൻഡറും വിന്യസിക്കാൻ ISRO ലക്ഷ്യമിടുന്നു. ഒപ്പം ഒരു ചെറിയ റോവറിനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, പൂർണ്ണമായും ഒരു ഓർബിറ്റർ മാത്രമായിരുന്നു മംഗൾയാൻ 1ന് ഉണ്ടായത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പുതിയ ദൗത്യത്തിൽ, ഏതാ പുതിയ ദൗത്യം? മംഗൾയാൻ 2 ദൗത്യത്തിൽ ഒരു ഓർബിറ്ററും ലാൻഡറും വിന്യസിക്കാൻ ISRO ലക്ഷ്യമിടുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറിയ റോവറിനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട്. ഇത്രയും ആലോചിച്ചാൽ മതി. ഓർബിറ്റർ ഉണ്ട്, ലാൻഡർ ഉണ്ട്, ചിലപ്പോൾ ഒരു റോവർ കൂടി വന്നേക്കാം മംഗൾയാൻ 2. അതുപോലെ ഈ ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ചൊവ്വയിൽ പേടകം ഇറക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. ഈ ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ചൊവ്വയിൽ പേടകം ഇറക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ആര് കൂടി ഇടം നേടും? ഇന്ത്യ കൂടി ഇടം നേടും. നിലവിൽ അമേരിക്ക, ചൈന, മുൻ സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങൾക്കാണ് ഈ നേട്ടം ഉള്ളത്. നിലവിൽ അമേരിക്കയും ചൈനയും മുൻ സോവിയറ്റ് യൂണിയനും മാത്രമാണ് ചൊവ്വയിൽ പേടകം ഇറക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. എന്നാൽ നമ്മുടെ മംഗൾയാൻ 2 ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ചൊവ്വയിൽ പേടകം ഇറക്കിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ കൂടി ഇടം നേടും. അപ്പോൾ നമ്മൾ മംഗൾയാൻ 2നെ കുറിച്ച് പറയുന്ന സമയത്ത് ജസ്റ്റ് മംഗൾയാൻ 1നെ കുറിച്ച് കൂടി അറിഞ്ഞു വെക്കാം. മംഗൾയാൻ 1നെ കുറിച്ച് കൂടി അറിഞ്ഞു വെക്കാം. 2013 നവംബർ 5-ന്
വിക്ഷേപിച്ച യഥാർത്ഥ മംഗൾ ഓർബിറ്റൽ മിഷൻ മിഷൻ അല്ലെങ്കിൽ മോം ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യയെ മാറ്റി. 2013 നവംബർ 5-നാണ് നമ്മുടെ മംഗൾയാൻ 1 ദൗത്യം വിക്ഷേപിക്കുന്നത്. അത് വിക്ഷേപിച്ച യഥാർത്ഥ മംഗൾ ഓർബിറ്റൽ മിഷൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യയെ മാറ്റി. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമായി ഇന്ത്യയെ മാറ്റിയത് മംഗൾയാൻ 1 ആണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യവും ഇന്ത്യയാണ്. ആദ്യ ശ്രമത്തിൽ തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. അതുപോലെ പേടകം 7 വർഷത്തിലധികം പ്രവർത്തിച്ചു. ചൊവ്വയുടെ അന്തരീക്ഷം, ധാതുക്കളുടെ ഘടന, ഉപരിതല ചിത്രങ്ങൾ എന്നിവയെക്കുറിച്ച് വിലമതിക്കാനാവാത്ത വിവരങ്ങൾ നമ്മുടെ മംഗൾയാൻ 1 നൽകിയിട്ടുണ്ട്. എന്നാൽ 2022 പേടകവുമായിട്ടുള്ള ആശയവിനിമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പേടകം 7 വർഷത്തിലധികം പ്രവർത്തിച്ചു. മംഗൾയാൻ 1 എന്ന് പറയുന്നത് 7 വർഷത്തിലധികം പ്രവർത്തിച്ച് ചൊവ്വയുടെ അന്തരീക്ഷം, ധാതുക്കളുടെ ഘടന, ഉപരിതല ചിത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ 2022 പേടകവുമായിട്ടുള്ള ആശയവിനിമയം നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി നവംബർ 12 പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് നവംബർ 12. നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. എന്താണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് നവംബർ 12. പക്ഷി മനുഷ്യൻ അല്ലെങ്കിൽ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ലോകപ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലിം അലിയുടെ ജന്മദിനമാണ് നവംബർ 12. നവംബർ 12 എന്താണ്? ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. പക്ഷി മനുഷ്യൻ അല്ലെങ്കിൽ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ് നവംബർ 12. ഇനി സലീം അലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. സലീം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അതുപോലെ 1976 രാജ്യം ഇദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ നവംബർ 12 ആലോചിച്ച് വെക്കുക, ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സലീം അലിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നവംബർ 12. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. അതുപോലെ 1976 രാജ്യം ഇദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ നവംബർ 12 മറ്റൊരു പ്രത്യേകതയാണ്, അത് ലോക ന്യൂമോണിയ ദിനമാണ്. ലോക ന്യൂമോണിയ ദിനം കൂടിയാണ് നവംബർ 12. ന്യൂമോണിയയെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കാൻ എല്ലാ വർഷവും ഇത് ആചരിച്ചു വരുന്നുണ്ട്. ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. അതുപോലെ ലോകമെമ്പാടും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട പകർച്ചവ്യാധി കൂടിയാണ് ഈ ന്യൂമോണിയ. 2025 വിഷയം എന്ന് പറയുന്നത്, ന്യൂമോണിയ ദിനത്തിൻ്റെ 2025 വിഷയം എന്ന് പറയുന്നത് ശിശു അതിജീവനമാണ്. എന്താണ്? ശിശു അതിജീവനമാണ്. ശ്വാസകോശത്തിലെ അണുബാധ മൂലം ശ്വാസകോശ അറകളിൽ ദ്രാവകം നിറയുന്ന അവസ്ഥയാണ് ന്യൂമോണിയ. എന്താണ് ന്യൂമോണിയ? അത് ശ്വാസകോശത്തിലെ അണുബാധ മൂലം ശ്വാസകോശ അറകളിൽ ദ്രാവകം നിറയുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ നവംബർ 12 കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതും ഒരു നവംബർ 12-നാണ്. ഏത്? 1936 നവംബർ 12-നാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. 1936 നവംബർ 12-നാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അതുപോലെ നവംബർ 12 മറ്റൊരു പ്രത്യേകതയാണ് പൊതുസേവന പ്രക്ഷേപണ ദിനമാണ്. എന്താണ്? പൊതുസേവന പ്രക്ഷേപണ ദിനമാണ് നവംബർ 12. 1942 നവംബർ 12-ന് ഗാന്ധിജി ഡൽഹിയിലെ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ തത്സമയ പ്രക്ഷേപണത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. എന്താണ് ദിനം? പൊതുസേവന പ്രക്ഷേപണ ദിനമാണ്. അത് 1942 നവംബർ 12-ന് ഗാന്ധിജി ഡൽഹിയിലെ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ തത്സമയ പ്രക്ഷേപണത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ആചരിക്കുന്നത്. അതുപോലെ 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദിയാണ് ഗ്ലാസ്ഗോ. 2026 കോമൺവെൽത്ത് ഗെയിംസ് വേദി എവിടെയാണ്? അത് ഗ്ലാസ്ഗോ. അതുപോലെ നമ്മുടെ നിലവിലെ കേന്ദ്ര കായിക മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് മൻസുഖ് മാണ്ഡവ്യയാണ്. നിലവിലെ ഇന്ത്യയുടെ കായിക മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര കായിക മന്ത്രി എന്ന് പറയുന്നത് മൻസുഖ് മാണ്ഡവ്യയാണ്. മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര കായിക മന്ത്രി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആരാണ്? അത് PT ഉഷയാണ്. നമ്മുടെ സ്വന്തം PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. എന്നാൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ അത് ലിൻഡി കാമറോൺ ആണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ. നമ്മൾ ഒരിക്കൽ മുന്നേ
പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നവംബർ 14 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. ലോക പ്രമേഹ ദിനമാണ് നവംബർ 14. 2025 പ്രമേയം എന്ന് പറയുന്നത് ജീവിതഘട്ടങ്ങളിലെ പ്രമേയം എന്നതാണ്. ഡയബറ്റീസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് എന്നതാണ് ലോക പ്രമേഹ ദിനത്തിൻ്റെ 2025 പ്രമേയം. എന്താണ്? ജീവിതഘട്ടങ്ങളിലെ പ്രമേഹം. അതുപോലെ നമുക്കറിയാം നവംബർ 14 എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ് ശിശുദിനം അല്ലേ. നവംബർ 14 ശിശുദിനമാണ്. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. ശിശുദിനം നവംബർ 14 അല്ലേ. നമ്മുടെ ദേശീയ തലത്തിൽ ആഘോഷിക്കുന്ന ശിശുദിനം നവംബർ 14. എന്നാൽ ആഗോള ശിശുദിനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് നവംബർ 20 നവംബർ 20 ആഗോള ശിശുദിനം. വേൾഡ്സ് ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേൾഡ് ചിൽഡ്രൻസ് ഡേ, UN പ്രഖ്യാപിച്ച വേൾഡ് ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് നവംബർ 20. 14 നവംബർ 20 തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. അതുപോലെ 2027 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.5% ഉയരും എന്ന് പ്രവചിച്ച രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. മൂഡീസാണ് പറഞ്ഞത് 2027 ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 6.5% ഉയരുമെന്ന് പറഞ്ഞത്. അതൊരു രാജ്യാന്തര റേറ്റിംഗ് ഏജൻസിയാണ് മൂഡീസ്. ഇനി ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ പുരസ്കാരം 2025 പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ഗവേഷണ മികവിനുള്ള ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണ് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ പുരസ്കാരം. 6 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുന്നത്. എത്ര വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുന്നത്? 6 വിഭാഗങ്ങളിലായാണ് പുരസ്കാരം നൽകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന് 2025 പുരസ്കാരം നേടിയത് നിഖിൽ അഗർവാൾ. സാമ്പത്തിക ശാസ്ത്രത്തിൽ പുരസ്കാരം നേടിയത് നിഖിൽ അഗർവാൾ. അതുപോലെ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ സുശാന്ത് സച്ദേവ. എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസിൽ സുശാന്ത് സച്ദേവ. മാനവിക ആൻഡ് സാമൂഹ്യ ശാസ്ത്രത്തിൽ ആൻഡ്രൂ ഒളറ്റ്. ജീവശാസ്ത്രത്തിൽ അഞ്ജന ബദ്രിനാരായണൻ. ഗണിതശാസ്ത്രത്തിൽ സബ്യസാച്ചി മുഖർജി. ഭൗതികശാസ്ത്രത്തിൽ കാർത്തിഷ് മന്ദിര. അതുപോലെ ഇതിലെ ഓരോ വിജയിക്കും ലഭിക്കുന്ന സമ്മാനം പറഞ്ഞാൽ സ്വർണ്ണ മെഡലും പ്രശസ്തി പത്രവും $1,00,000, അതായത് ഏകദേശം 88.6 ലക്ഷം രൂപ ആണ്. ഓരോ വിജയിക്കും ലഭിക്കുന്ന സമ്മാനം എന്താണെന്ന് പറഞ്ഞാൽ സ്വർണ്ണ മെഡൽ കിട്ടും, പ്രശസ്തി പത്രം കിട്ടും, $1,00,000, അതായത് നമ്മുടെ 88.6 ലക്ഷം രൂപയും സമ്മാന തുകയായിട്ട് ലഭിക്കും. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി 2. അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി 2. ധ്രുവപ്രദേശങ്ങളിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന 4ാമത്തെ ഗവേഷണ കേന്ദ്രമാണ് ഇത്. ധ്രുവപ്രദേശങ്ങളിൽ ഇന്ത്യ സ്ഥാപിക്കുന്ന 4ാമത്തെ ഗവേഷണ കേന്ദ്രമായിരിക്കും ഇത്. മൈത്രി 2. ഇന്ത്യ അന്റാർട്ടിക്കയിൽ നിലവിലുള്ള മൈത്രി എന്ന ഗവേഷണ കേന്ദ്രത്തിന് പകരമായി കൂടുതൽ വലുതും ആധുനികവുമായ ഒരു പുതിയ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യ അന്റാർട്ടിക്കയിൽ നിലവിലുള്ള മൈത്രി എന്ന ഗവേഷണ കേന്ദ്രത്തിന് പകരമായിട്ട് കൂടുതൽ വലുതും ആധുനികവുമായിട്ടുള്ള ഒരു പുതിയ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. നിലവിലെ മൈത്രി സ്റ്റേഷന് പകരമായി പുതിയൊരു വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നിലവിലെ മൈത്രി സ്റ്റേഷന് പകരമായി പുതിയൊരു വർഷം മുഴുവൻ പ്രവർത്തിക്കുന്ന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ പദ്ധതിക്ക് ഏകദേശം 2150 കോടി രൂപയാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. എത്രയാണ്? 2150 കോടി രൂപയാണ് ഏകദേശം ഇതിന് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. മൈത്രി 2 2032 പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൈത്രി 2 2032 പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അന്റാർട്ടിക്കയിൽ നമ്മൾ പറഞ്ഞു മൈത്രി 2 എന്ന് പറയുന്നത് 4ാമതായിട്ട് വരാൻ പോകുന്നതാണ് അല്ലേ. എന്നാൽ അന്റാർട്ടിക്കയിലെ ഇന്ത്യ മുൻ ഗവേഷണ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മുൻ ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദക്ഷിണ ഗംഗോത്രിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേഷനാണ് 1983 ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റേഷനായിട്ടുള്ള ദക്ഷിണ ഗംഗോത്രി. അതുപോലെ
1989 മൈത്രി വന്നു. 1989 മൈത്രി വന്നു. 2012 ഭാരതി വന്നു. 2012 ഭാരതി. അപ്പോൾ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മുൻ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. ഇനി നാലാമതായിട്ട് വരാൻ പോകുന്നത് മൈത്രി 2. മൈത്രി 2. അപ്പോൾ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി, മൈത്രി 2. ഇന്ത്യൻ നാവികസേനയുടെ 10ാമത്തെ റിക്രൂട്ടിംഗ് സെൻറ്റർ വരുന്നത് കാർവാർ, കർണാടക. ഇന്ത്യൻ നാവികസേനയുടെ 10ാമത്തെ റിക്രൂട്ടിംഗ് സെൻറ്റർ വരുന്നത് കർണാടകയിലെ കാർവാറിലാണ്. കാർവാറിൽ കമ്മീഷൻ ചെയ്ത INS കദംബയിലാണ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയത്. കാർവാറിൽ കമ്മീഷൻ ചെയ്ത INS കദംബയിലാണ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയത്. ഇനി ChatGPTയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ChatGPTയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നവംബറിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്നതുമായ വ്യക്തിയാണ് സാലുമരദ തിമ്മക്ക. സാലുമരദ തിമ്മക്കയാണ് നവംബറിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും വൃക്ഷമാതാവ് എന്നറിയപ്പെടുന്നതുമായ വ്യക്തി. കർണാടകയിലെ തുമകുരു ജില്ലയിൽ 1911 ജനിച്ച തിമ്മക്ക മക്കളില്ലാത്ത ദുഃഖം മാറ്റാൻ ഭർത്താവിനൊപ്പം ചേർന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കാര്യങ്ങളൊക്കെ. പിന്നെ ബംഗളൂരു കുടൂർ ദേശീയപാതയുടെ 4.5 കിലോമീറ്റർ ദൂരത്തിൽ 385 ആൽമരങ്ങൾ ഉൾപ്പെടെ 8,000-ലധികം മരങ്ങൾ നട്ടുപരിപാലിച്ചതിലൂടെയാണ് ഇവർ ലോകശ്രദ്ധ നേടിയത്. ഇവരുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ രാജ്യം 2019 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരത്തിന് പുറമെ ഓണററി ഡോക്ടറേറ്റും മറ്റ് നിരവധി പുരസ്കാരങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈയിടെ അന്തരിച്ച ആദ്യകാല ബോളിവുഡ് നായികയാണ് കാമിനി കൗശൽ. 98 വയസ്സായിരുന്നു. ഈയിടെ അന്തരിച്ച ആദ്യകാല ബോളിവുഡ് നായികയാണ് കാമിനി കൗശൽ. അവർക്ക് 98 വയസ്സായിരുന്നു. 1927 ലാഹോറിൽ ജനിച്ച ഇവർ 1946 നീച്ച നഗർ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്ത് എത്തിയത്. ഈ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം നേടിയിരുന്നു. നീച്ച നഗർ എന്ന ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാം ഡിയോർ പുരസ്കാരം നേടിയിരുന്നു. 1954 പുറത്തിറങ്ങിയ ബിർജു ബഹു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഇവർക്ക് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. പിൽക്കാലത്ത് ഇവർ ഒരുപാട് സീരിയലുകളിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് വിക്ടോറിയ. കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് വിക്ടോറിയ. വിക്ടോറിയയുടെ സംവിധായികയാണ് ശിവരഞ്ജിനി. ഈ വിക്ടോറിയ എന്ന് പറയുന്നത് എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ സംവിധാന സഹായ പദ്ധതി പ്രകാരം നിർമ്മിച്ച ചിത്രമാണ് വിക്ടോറിയ. വിക്ടോറിയ ഒരു സാധാരണ ചിത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ സംവിധാന സഹായ പദ്ധതി പ്രകാരം നിർമ്മിച്ച ചിത്രമാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും വിവിധ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലും ഇതിനകം ചിത്രം പുരസ്കാരം നേടിയിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും വിവിധ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലുകളിലും ചിത്രം ഇതിനകം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അടുത്തിടെ C-130J പ്രത്യേക ദൗത്യവിമാനത്തിലിറങ്ങി ഉദ്ഘാടനം ചെയ്ത ലഡാക്കിലെ എയർബേസാണ് മുത്ന്യോമ എയർബേസ്. ഇന്ത്യൻ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അടുത്തിടെ C-130J എന്ന പ്രത്യേക ദൗത്യ വിമാനത്തിലിറങ്ങി ഉദ്ഘാടനം ചെയ്ത ലഡാക്കിലെ എയർബേസാണ് മുത്ന്യോമ എയർബേസ്. ഈ എയർബേസ് സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിൽ ചൈനയുമായുള്ള തർക്കസാധ്യമായ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും 23 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യോമ ലഡാക്കിലെ ഇന്ത്യൻ വായുസേനയുടെ 4ാമത്തെ എയർബേസും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന വിമാനത്താവളവും ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും ഉയർന്ന എയർബേസുമാണ്. ഈ മുത്ന്യോമ എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. ഈ ന്യോമ ലഡാക്കിലെ ഇന്ത്യൻ വായുസേനയുടെ 4ാമത്തെ എയർബേസാണ്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന വിമാനത്താവളമാണ്. അതുപോലെ ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും ഉയർന്ന എയർബേസ് കൂടിയാണ്. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക, പ്രത്യേകിച്ചും അതിൻ്റെ വാസയോഗ്യതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് ലക്ഷ്യമിടുന്ന നാസയുടെ ബഹിരാകാശ ദൗത്യമാണ്
എസ്കപ്പേഡ് ചൊവ്വ ദൗത്യം. എസ്കപ്പേഡ് ചൊവ്വ ദൗത്യം. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എസ്കേപ്പ് ആൻഡ് പ്ലാസ്മ ആക്സിലറേഷൻ ആൻഡ് ഡൈനാമിക് എക്സ്പ്ലോറേഴ്സ്. ചൊവ്വയുടെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുക, പ്രത്യേകിച്ചും അതിൻ്റെ വാസയോഗ്യതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുക എന്ന് ലക്ഷ്യമിടുന്ന നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് എസ്കപ്പേഡ് ചൊവ്വ ദൗത്യം. എസ്കപ്പേഡ് ചൊവ്വ ദൗത്യം. ഈ ദൗത്യത്തിനായി 2 ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ദൗത്യത്തിനായി 2 ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവയ്ക്ക് നൽകിയിരിക്കുന്ന പേരുകളാണ് ബ്ലൂവും ഗോൾഡും. ബ്ലൂ, ഗോൾഡ് എന്നീ 2 ബഹിരാകാശ പേടകങ്ങൾ ഈ ദൗത്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വിക്ഷേപണ റോക്കറ്റ് എന്ന് പറയുന്നത് ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ന്യൂ ഗ്ലെൻ റോക്കറ്റാണ്. ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ന്യൂ ഗ്ലെൻ റോക്കറ്റാണ് വിക്ഷേപണ റോക്കറ്റ്. വിക്ഷേപണ സ്ഥലം കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷൻ. വിക്ഷേപണ സ്ഥലം എവിടെയാണ്? അത് കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷൻ. 2027 പേടകങ്ങൾ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. 2027 പേടകങ്ങൾ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തും. ദൗത്യ കാലാവധി എന്ന് പറയുന്നത് 2029 വരെയാണ്. 2029 വരെ ദൗത്യം തുടരുമെന്ന് പറയുന്നു. സൗരവാതങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തെയും കാന്തിക മണ്ഡലത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുക എന്നതാണ് എസ്കപ്പേഡിൻ്റെ പ്രധാന ലക്ഷ്യം. എന്താണ് എസ്കപ്പേഡിൻ്റെ പ്രധാന ലക്ഷ്യം? അത് സൗരവാതങ്ങൾ ചൊവ്വയുടെ അന്തരീക്ഷത്തെയും കാന്തിക മണ്ഡലത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്നതാണ്. ഓക്കെ. ഇനി ഇന്ത്യൻ സ്കിൽസ് റിപ്പോർട്ട് 2026 പുറത്തു വന്നല്ലേ. അതുപ്രകാരം തൊഴിൽ ക്ഷമതയിലും തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കേരളമാണ്. തൊഴിൽ ക്ഷമതയിലും തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കേരളമാണ്. എന്നാൽ മൊത്തത്തിലുള്ള തൊഴിൽ ക്ഷമതയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഉത്തർപ്രദേശാണ്. മൊത്തത്തിലുള്ള തൊഴിൽ ക്ഷമതയിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രക്കാണ്. 3ാം സ്ഥാനം കർണാടകയ്ക്കും. 4ാം സ്ഥാനമാണ് കേരളത്തിന്. മൊത്തത്തിലുള്ള തൊഴിൽ ക്ഷമതയിൽ ഇന്ത്യൻ സ്കിൽ റിപ്പോർട്ട് 2026 മൊത്തത്തിലുള്ള തൊഴിൽ ക്ഷമതയിൽ 1ാം സ്ഥാനത്തെത്തിയത് ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. 3ാം സ്ഥാനം കർണാടകയ്ക്കാണ്. 4ാം സ്ഥാനം കേരളത്തിന്. പരസ്യരംഗത്തെ ദേശീയ പുരസ്കാരമായ E4M മീഡിയ എയ്സ് അവാർഡ്സിൽ ഇരട്ട നേട്ടം കൈവരിച്ച കേരളം ആസ്ഥാനമായുള്ള സ്ഥാപനമാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻസ്. പരസ്യരംഗത്തെ ദേശീയ പുരസ്കാരമായ E4M മീഡിയ എയ്സ് അവാർഡ്സിൽ ഇരട്ട നേട്ടം കൈവരിച്ച കേരളം ആസ്ഥാനമാക്കിയുള്ള സ്ഥാപനമാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻസ്. ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യത്തിൽ നിന്നുള്ള മരുന്ന് വികസിപ്പിച്ചത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന നീരും വേദനയും പ്രതിരോധിക്കാൻ ഔഷധ സസ്യത്തിൽ നിന്നുള്ള മരുന്ന് ഈയിടെ വികസിപ്പിച്ചത് കേരള സർവകലാശാലയിലെ ഗവേഷകരാണ്. സ്റ്റിറോയിഡ് മരുന്ന് ദീർഘകാലം ഉപയോഗിക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നതിനാൽ സുരക്ഷിത ബദലുകളെക്കുറിച്ചാണ് ഈ പരീക്ഷണം നടത്തിയത്. സ്മൈല ജെൽ എന്നാണ് ഈ ഓയിൻമെൻറ്റ് രൂപത്തിലുള്ള പുതിയ മരുന്നിൻ്റെ പേര്. സ്മൈല ജെൽ എന്നാണ് ഈ ഓയിൻമെൻറ്റ് രൂപത്തിലുള്ള പുതിയ മരുന്നിൻ്റെ പേര്. പശ്ചിമഘട്ടത്തിൽ കാണുന്ന കരിവിലാഞ്ചി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമായ സ്മെലാക്സ് വൈറ്റിയിൽ നിന്നാണ് മരുന്ന് രൂപപ്പെടുത്തിയത്. സ്മൈല ജെൽ എന്നാണ് പുതിയ മരുന്നിൻ്റെ പേര്. ഓയിൻമെൻറ്റ് രൂപത്തിലാണ്. ഇത് പശ്ചിമഘട്ടത്തിൽ കാണുന്ന കരിവിലാഞ്ചി എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമായ സ്മൈലാക്സ് വൈറ്റിയിൽ നിന്നാണ് രൂപപ്പെടുത്തിയെടുത്തത്. 2029 ബഹിരാകാശ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കുന്നല കൈവല്യ റെഡ്ഡിയാണ്. 17 വയസ്സുകാരിയായിട്ടുള്ള ആന്ധ്രക്കാരി കുന്നല കൈവല്യ റെഡ്ഡിയാണ് 2029 ബഹിരാകാശ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2029 ബഹിരാകാശ ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? കുന്നല കൈവല്യ റെഡ്ഡിയാണ്. അവർ ഒരു ആന്ധ്രക്കാരിയാണ്. 17 വയസ്സ് മാത്രമേ ഉള്ളൂ. ഫ്ലോറിഡയിൽ നടക്കുന്ന 4 വർഷത്തെ ബഹിരാകാശ സഞ്ചാരി പരിശീലന പരിപാടിയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഈ പരിശീലന പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ 2029 ഒരു ബഹിരാകാശ ദൗത്യത്തിൽ പങ്കെടുക്കാൻ കൈവല്യ യോഗ്യത നേടും. ഈ ദൗത്യത്തിൽ ബഹിരാകാശ സഞ്ചാരികൾ ഏകദേശം 300 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ 2 തവണ വലം വയ്ക്കും. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഓടിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, വായിച്ച് വെച്ചാൽ മതി. നമ്മളെ ടെലഗ്രാം ചാനലിൽ ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ 44ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാര മേള ആരംഭിച്ചത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. 2025 നവംബർ 14 മുതൽ 27 വരെയാണ് വ്യാപാരമേള നടക്കുന്നത്. എവിടെയാണ് 44ാമത് ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേള ആരംഭിച്ചത്? അത് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ്. വാണിജ്യ വ്യവസായ സഹമന്ത്രി
ജിതിൻ പ്രസാദിയാണ് വ്യാപാരമേള ഉദ്ഘാടനം ചെയ്തത്. വാണിജ്യ വ്യവസായ സഹമന്ത്രിയായിട്ടുള്ള ജിതിൻ പ്രസാദിയാണ് വ്യാപാരമേള ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ മേളയുടെ പ്രമേയം എന്ന് പറയുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്നതാണ്. ഈ വർഷത്തെ മേളയുടെ പ്രമേയം എന്താണ്? അത് ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്നതാണ്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് ഈ അന്താരാഷ്ട്ര പരിപാടിയുടെ പങ്കാളി സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പാർട്ട്ണർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ്. എന്നാൽ പ്രധാന സംസ്ഥാനം അല്ലെങ്കിൽ ഫോക്കസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. ഏതാണ്? ജാർഖണ്ഡാണ് ഫോക്കസ് സ്റ്റേറ്റ്. പാർട്ട്ണർ സ്റ്റേറ്റ്സ് ആണ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ തുടങ്ങിയവ. ഈ 14 ദിവസത്തെ അന്താരാഷ്ട്ര വ്യാപാര മേളയിൽ UAE, ചൈന, ഇറാൻ, ദക്ഷിണ കൊറിയ, ഈജിപ്ത് ഉൾപ്പെടെ 12 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. 14 ദിവസത്തെ അന്താരാഷ്ട്ര വ്യാപാര മേളയാണ്. അതിൽ UAE, ചൈന, ഇറാൻ, ദക്ഷിണ കൊറിയ, ഈജിപ്ത് ഉൾപ്പെടെ 12 രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനികാഭ്യാസമാണ് വിൻബാക്സ് 2025. ഇന്ത്യ വിയറ്റ്നാം സംയുക്ത സൈനികാഭ്യാസമാണ് വിൻബാക്സ് 2025. വിൻബാക്സ് 2025ൻ്റെ 6ാം പതിപ്പ് 2025 നവംബർ 11 മുതൽ നവംബർ 29 വരെ വിയറ്റ്നാമിൽ വെച്ചാണ് നടക്കുന്നത്. വിൻബാക്സ് 2025ൻ്റെ 6ാം പതിപ്പ് 2025 നവംബർ 11 മുതൽ നവംബർ 29 വരെ വിയറ്റ്നാമിൽ വെച്ചാണ് നടക്കുന്നത്. ഹാനോയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, വിയറ്റ്നാം ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് സീനിയർ ലഫ്റ്റനന്റ് ജനറൽ ഫുങ് സി ടാൻ എന്നിവർ പങ്കെടുത്തു. ഇതിൽ ഈ ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് കുമാർ സിംഗും വിയറ്റ്നാം ഡെപ്യൂട്ടി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് സീനിയർ ലഫ്റ്റനന്റ് ജനറൽ ഫുങ് സി ടാനും പങ്കെടുത്തു. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള 5ാമത് ഉഭയകക്ഷി സൈനികാഭ്യാസം വിൻബാക്സ് 2024 നടന്നത് ഹരിയാനയിലെ അംബാലയിലാണ്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള 5ാമത് ഉഭയകക്ഷി സൈനികാഭ്യാസം വിൻബാക്സ് 2024 നടന്നത് ഹരിയാനയിലെ അംബാലയിലാണ്. ഈ സംയുക്ത സൈനികാഭ്യാസം ആദ്യമായി ആരംഭിച്ചത് 2018 ഇന്ത്യയിലെ ജബൽപൂരിൽ. ഇന്ത്യയിലെ ജബൽപൂരിലാണ് ഈ സംയുക്ത സൈനികാഭ്യാസം വിൻബാക്സ് ആദ്യമായി ആരംഭിച്ചത്. അത് 2018. 232 വർഷത്തെ ചരിത്രത്തിന് വിരാമമിട്ട് US ഏത് നാണയത്തിൻ്റെ ഉൽപ്പാദനമാണ് നിർത്തിയത്? അത് പെന്നി എന്ന 1 സെൻറ്റ് നാണയത്തിൻ്റെ ഉൽപ്പാദനമാണ് അമേരിക്ക നിർത്തിയത്. എന്താണ് അതിന് കാരണം? നാണയത്തിൻ്റെ മൂല്യത്തേക്കാൾ നിർമ്മാണ ചെലവ് കൂടിയത് കൊണ്ടാണ് ഇത് നിർത്തലാക്കിയത്. നിർത്തലാക്കിയെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ നിരോധിച്ചതല്ല. പ്രചാരത്തിലുള്ള പെന്നികൾ തുടർന്ന് ഉപയോഗിക്കാമെങ്കിലും പുതിയതായിട്ട് ഇനി അച്ചടിക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളി അവാർഡ് നേടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളി അവാർഡ് നേടിയത് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യ കലാകാരനുമാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അതുപോലെ ഇദ്ദേഹം ഒരു വാദ്യ കലാകാരൻ കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ കഥകളി അവാർഡ് നേടിയത്, മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക്. 10 മീറ്റർ എയർ പിസ്റ്റൾ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സമ്രാട്ട് റാണ. 2025 നവംബർ 10 ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ISSF ലോക ചാമ്പ്യൻഷിപ്പിൽ സമ്രാട്ട് റാണ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടി. 10 മീറ്റർ എയർ പിസ്റ്റളിൽ ലോക കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സമ്രാട്ട് റാണ. 243.7 പോയിന്റ് നേടിയാണ് റാണ വിജയിച്ചത്. വെറും 0.4 പോയിന്റ് വ്യത്യാസത്തിൽ ചൈനയുടെ ഹു കയ്യെയാണ് ഇദ്ദേഹം മറികടന്നത്. ഇന്ത്യയുടെ തന്നെ വരുൺ തോമർ വെങ്കലം ഇതിൽ നേടിയിട്ടുണ്ട്. അതോടെ ഇന്ത്യക്ക് ഈ വിഭാഗത്തിൽ ഇരട്ട പോഡിയം നേട്ടം സ്വന്തമാക്കാനായി. ഇന്ത്യയുടെ വരുൺ തോമർ ഇതിൽ വെങ്കലം നേടിയിട്ടുണ്ട്. അതോടെ ഇന്ത്യക്ക് ഈ വിഭാഗത്തിൽ ഇരട്ട പോഡിയം എന്ന നേട്ടം സ്വന്തമാക്കാനായിട്ടുണ്ട്. പാർട്ട് ONO ഫിലിംസും ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻസും സംയുക്തമായി ഏർപ്പെടുത്തിയ 11ാമത് PJ ആൻ്റണി സ്മാരക നാടക സിനിമ അഭിനയ പ്രതിഭ അവാർഡ് ജേതാവ് TG രവി. പാർട്ട് ONO ഫിലിംസും ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷനും സംയുക്തമായി ഏർപ്പെടുത്തിയ 11ാമത് PJ ആൻ്റണി സ്മാരക നാടക സിനിമ അഭിനയ പ്രതിഭ അവാർഡ് നേടിയത് TG രവി. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല തുടങ്ങിയത് മദ്രാസ് IITയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അവബോധ പരീക്ഷണശാല തുടങ്ങിയത് മദ്രാസ് IITയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, നമ്മൾ 12ാം തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുന്നുണ്ട്. 12 മുതൽ 21 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമുക്ക് ഇത്രയുമാണ് പറയാനായിട്ടുള്ളത്. ഞാൻ നമ്മുടെ നോട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും
താങ്ക്